നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ താക്കോൽ എവിടാണ് ഇരിക്കുന്നത്? അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. KSRTC ബസ് ഒരു വല്ലാത്ത അപാരത. റഹീമും തോറ്റെടുത്ത് സച്ചിൻ തന്നെ വന്ന് ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയതാ. പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയി. സച്ചിനും ആര്യയും റഹീമും പറയുന്ന കഥ വേറെ വേറെയാണ്. ആര്യ പറയുന്നു ബസ് മുന്നിലെന്ന്, സച്ചിൻ പറയുന്നു പിന്നിലെന്ന്. റഹീം പറയുന്നു സച്ചിൻ ബസ്സിൽ കയറിയെന്ന്. ഇപ്പോൾ സച്ചിൻ പറയുന്നു ബസ്സിൽ കയറിയിട്ടേയില്ലെന്ന്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കടേ. ഈ കാര്യത്തിലെങ്കിലും കുറച്ച് ഒത്തൊരുമ വേണ്ടേ? സഖാക്കളെ തിരക്കഥ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കണം. അതായത് മെഴുകാൻ ഓരോ നേതാക്കളെ ഇറക്കുമല്ലോ, അവരെ ഉൾപ്പെടെ വിളിച്ചിരുത്തി കഥയുണ്ടാക്കണം. കാണാപ്പാഠം പഠിക്കണം. അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്നത് ഓരോ കഥകളായി പോകും. കഴിഞ്ഞ ദിവസം റഹീം വന്നിരുന്ന് പറഞ്ഞതിനെ എല്ലാം നേരെ ഉൾട്ടയാക്കി ഇപ്പോൾ സച്ചിന്റെ ന്യായീകരണം. ഇതെല്ലാം കേട്ട് കിളി പോയിരിക്കുകയാണ് ഗോവിന്ദൻ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന ചിന്തയിലാണ് പാർട്ടി സെക്രട്ടറി. സൈബർ ആക്രമണത്തിൽ വന്നിരുന്ന് കരയുകയാണ് സച്ചിൻ ദേവ്. ഇതാണ് പറയുന്നത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. KK രമയോട് അന്ന് ചെയ്തത് ഓർമ്മയുണ്ടോ? യദുവുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് താൻ ബസ്സിൽ കയറി യാത്രക്കാരോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് സച്ചിൻ ദേവ് MLA പറയുന്നു. വളരെ മോശമായി പെരുമാറിയ ഒരാളോട് തിരിച്ചുണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണമാണ് അന്ന് ഉണ്ടായത്. അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും താനും ആര്യയും ഇപ്പോൾ നേരിടുന്നുണ്ട്. പ്രതികരിക്കുന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന തെറ്റായ പ്രവണതയാണ്. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സച്ചിൻ ദേവ് പറയുന്നു. ഒരു ചാനലിന് സച്ചിൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ റഹീം പറഞ്ഞതുമായി ചേർത്ത് വായിക്കുമ്പോൾ വലിയ പൊരുത്തക്കേട്. സച്ചിൻ പറയുന്നത്, പ്ലാമൂട് ജംഗ്ഷനിൽ വെച്ച് കാറിന്റെ പിറകു ഭാഗത്ത് ഇടതുവശത്തായി അതിവേഗത്തിൽ വന്ന ബസ് ഇടിക്കാൻ വരികയാണ്. പെട്ടെന്ന് KSRTC ബസ് ബ്രേക്ക് ഇടുന്നു. ആ സമയത്ത് തന്നെ ഈ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനെ നിയമത്തിന്റെ വഴിക്ക് നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതല്ലാതെ ഞങ്ങളുടെ കാർ ഉപയോഗിച്ച് ആ ബസ് ചേസ് ചെയ്യാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പിന്നീട് യാത്ര തുടരുമ്പോഴാണ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സിഗ്നലിൽ ആ ബസ് നിർത്തിയതും ആ സമയത്ത് ഞങ്ങളുടെ വണ്ടി സൈഡിലൂടെ മുന്നിലേക്ക് എടുത്തതും. ഇതാണ് സച്ചിൻ പറഞ്ഞത്. മുന്നിലോട്ടെടുത്ത കാർ എങ്ങനെയാണ് സച്ചിനെ കറക്റ്റ് സീബ്ര ലൈനിൽ കൊണ്ട് നിർത്തുന്നത്? ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. സച്ചിൻ പറഞ്ഞത് കാറ് ബസ്സിനെ പിന്തുടർന്നില്ല എന്നാണ്. എന്നാൽ ആര്യ തുടക്കത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ നിയമലംഘനം കാണിച്ചതുകൊണ്ട് ബസിന്റെ പിന്നാലെ പോയി എന്നാണ്. ബസിന് മുന്നിൽ കാറ് കൊണ്ട് നിർത്തി നിയമലംഘനം ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് ആര്യ പറഞ്ഞിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ച കാറിനോട് അത്രയും അടുത്ത് ബസ് വന്നതോടുകൂടിയാണ് ആര്യയുടെ സഹോദരന്റെ ഭാര്യയും കൂടി പിറകോട്ട് നോക്കുന്നത്. ആ സമയത്താണ് ഡ്രൈവർ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്നത്. ഇതാണ് ഇപ്പോൾ സച്ചിൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. എന്നാൽ ഇതിലും ഒരുപാട് പൊരുത്തക്കേടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്ന കഥയിൽ ബസ് മുന്നിലാണ് ഉണ്ടായിരുന്നത്. മുന്നിൽ പോയ ബസ് പിന്നിൽ വന്ന കാറിന്റെ പിൻ സീറ്റിലിരുന്ന ആര്യയെയും സഹോദരന്റെ ഭാര്യയെയും ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ്. എന്നാൽ സച്ചിന്റെ കഥയിൽ ബസ് പിന്നിലും ആര്യ പറഞ്ഞ കഥയിൽ ബസ് മുന്നിലുമാണ്. ബസ് ഞങ്ങളുടെ കാറിന് സൈഡ് തന്നില്ല, അതുകൊണ്ടാണ് പിന്നാലെ പോയത് എന്നായിരുന്നു തുടക്കം മുതലേ ആര്യ പറഞ്ഞിരുന്നത്. അങ്ങനെ ബസ് തടഞ്ഞു നിർത്തി സംസാരിച്ചപ്പോഴാണ് ഇത് വാക്കുതർക്കമായതെന്നും ആര്യ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ പറഞ്ഞ കാര്യം വീണ്ടും പൊളിഞ്ഞടുങ്ങിയിട്ടുണ്ട്. ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിന്റെ പ്രത്യേകമായ ഇമേജ് സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല എന്റേതെന്ന് സച്ചിൻ പറയുന്നു. കടുത്ത സൈബർ ആക്രമണമാണ് എനിക്കും ആര്യയ്ക്കും എതിരെ നടക്കുന്നതെന്നും സച്ചിൻ പറയുന്നു. ഇമേജ് നോക്കുന്ന സച്ചിൻ സഖാവ് എന്തേ നടന്നത് പലതും ഇപ്പോൾ ഉൾട്ടയാക്കി പറയുന്നു. പരസ്പര വിരുദ്ധമായത് പലതുമാണ് ഇപ്പോൾ പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്നത്. അതും കയ്യിൽ നിന്ന് പോയതോടെ പറഞ്ഞൊപ്പിക്കാൻ കിടന്ന് പെടാപ്പാടുപെടുന്നു. പിന്നെ സൈബർ ആക്രമണം നടത്തുന്നതിൽ സച്ചിനും ഒട്ടും മോശക്കാരനല്ല. KK രമയെ സൈബർ ഇടത്തിൽ അങ്ങേയറ്റം അപമാനിച്ചത് MLA ഓർക്കുന്നില്ലേ? ചെയ്തു കൂട്ടുന്നതൊക്കെ ബൂമറാങ്ങായി തിരിച്ചടിക്കുകയാണ്, അത്രയേ ഉള്ളൂ. രക്ഷിക്കാൻ വന്നിട്ട് സച്ചിനെ അടപടലം കുടുക്കിയിട്ടാണ് റഹീം പോയത്. എന്നാൽ റഹീം പറഞ്ഞതിന്റെ നേരെ ഉൾട്ടയാണ് ഇപ്പോൾ സച്ചിൻ പറയുന്നത്. ഡ്രൈവറുമായി തർക്കം നടക്കുന്ന സമയത്തും ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ വളരെ മാന്യമായാണ് സംസാരിച്ചത്. ബസിന്റെ മുൻഭാഗത്തെ ഫുട്ബോർഡിൽ നിന്ന് ഞാൻ കണ്ടക്ടറോട് സംസാരിച്ചിരുന്നു.
ഡ്രൈവർക്കെതിരെ എനിക്ക് പരാതിയുണ്ടെന്നും ഇങ്ങനെയാണോ വാഹനം ഓടിക്കേണ്ടതെന്നും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്നുമാണ് പറഞ്ഞത്. അവിടെ വെച്ചാണ് ഞാൻ എനിക്ക് കൂടി ടിക്കറ്റ് എടുക്കൂ എന്ന് പറയുന്നതും അതിനെയാണ് ഞാൻ ബസ്സിൽ കയറി എന്ന രീതിയിൽ പറയുന്നത്. ആ ബെസ്റ്റ് സച്ചിൻ ബസ്സിൽ കയറി എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കൂട്ടത്തിലുള്ള റഹീം തന്നെയാണ്. അതെ, സച്ചിൻ ബസ്സിനുള്ളിൽ കയറിയിരുന്നു. കണ്ടക്ടർ എൻ്റെ സുഹൃത്താണ്. തമ്പാനൂരേക്ക് പോകാൻ സച്ചിൻ ടിക്കറ്റ് എടുക്കാൻ കയറി എന്ന് പറഞ്ഞത് റഹീമാണ്. തിരക്കഥ പൊളിച്ചത് മുഴുവൻ സഖാക്കൾ തന്നെയാണ്. അതിന് നാട്ടുകാരുടെ മെക്കിട്ട് കയറിയിട്ട് എന്താണ് കാര്യം?